السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അമാനത്തുകളുമായി ബന്ധപ്പെട്ട് ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം: يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. അല്ലയോ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ച മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഞ്ചിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ, അതിൽ നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് ഭംഗിയായി നിർവഹിക്കാൻ, അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല എന്ന ശക്തമായ നിർദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നൽകുന്നത്. ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ബനൂ ഖുറൈള എന്ന ജൂതന്മാരുടെ ഗോത്രത്തിനെ ഉപരോധിച്ചു. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ അവർ ആ കരാർ ലംഘിച്ചതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപരോധിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്, നമുക്കൊരു സന്ധിയിലെത്താം, കരാറിലെത്താം, മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെ ഞങ്ങളിലേക്ക് അയക്കണം. അവർ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ നിന്ന് അവർക്ക് സമ്മതമുള്ള ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് അയച്ചു. അവരിലേക്ക് അയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മാത്രം അറിഞ്ഞിരുന്ന അവരിലെ രഹസ്യം ഈ വ്യക്തി ജൂതന്മാർക്ക് ഒരു ആംഗ്യത്തിലൂടെ കാണിച്ചു കൊടുത്തു. അത് ഒരു ആംഗ്യത്തിലൂടെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ കുറ്റബോധമുണ്ടായി. അദ്ദേഹം തൗബ ചെയ്തു, അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഈ ആയത്ത് അവതരിക്കാനുള്ള സാഹചര്യം അതാണ്. മുസ്ലിമീങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു വിവരം അവരല്ലാത്ത ആളുകൾക്ക് ആ രഹസ്യം ചെറിയ രൂപത്തിലൊന്ന് ചോർത്തി കൊടുത്തു, മുഴുവനായി പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരാംഗ്യ രൂപത്തിൽ അത് ഒരു സൂചന കൊടുത്തപ്പോൾ അല്ലാഹു പറയാണ്, ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്, നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അതിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. അമാനത്തുകൾ കാത്തു സൂക്ഷിക്കുക,
അതുപോലെ തന്നെ രഹസ്യങ്ങൾ അത് പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ വലിയ ഒരു വിശേഷണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നുന്നത് ആളുകൾക്ക് പറയാൻ പാടില്ല. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അത് പുറത്തു പറയാൻ പറ്റിയ കാര്യമല്ല. അതിൽ നിബന്ധനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ അവൻ നല്ലത് മാത്രം പറയട്ടെ, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. എന്താണ് നല്ലത്? പറയാൻ പാടില്ലാത്തത് ഏതാണ്? എന്താണ് പറയേണ്ടത്? ഇസ്ലാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്ങനെയാണ് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അമാനത്താണ്, അത് പുറത്തു പറയാൻ പാടില്ല, അത് പുറത്തു പറയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്, എങ്ങനെ അത് മനസ്സിലാക്കും? ഒരാൾ പറയാണ് വന്നിട്ട്, നീ ഇത് ആരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, ഇത് രഹസ്യമാണ്, അമാനത്താണ് എന്നൊരുവൻ പ്രത്യേകം പറഞ്ഞാൽ അതിലൊരു സംശയമില്ല, അതൊരിക്കലും പുറത്തു പറയാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദ്ദസ അർ-റജുലുൽ ഹദീസ ثم التفت فهي أمانة. ഒരാൾ ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഒന്ന് അപ്പുറപ്പുറം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിന് പ്രത്യേകിച്ച് അമാനത്താണ്, പറയണ്ട, അത് അമാനത്താണ്, അത് പറയാൻ പാടില്ല, പുറത്താക്കാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, ലാ യതജാലസ് ഖൗമുൻ ഇല്ലാ ബിൽ അമാന. അമാനത്തോടുകൂടിയല്ലാതെ ഒരാളും പരസ്പരം കൂടിയിരിക്കാൻ പാടില്ല. അമാനത്ത് കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ? ഇരുന്നോ. എന്നാൽ അമാനത്ത് കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. ഈ നടക്കുന്ന സംസാരങ്ങളിലുള്ളതെല്ലാം അത് അമാനത്താണെങ്കിലും അല്ലെങ്കിലും അത് പുറത്തു പാടി നടക്കും എന്ന അവസ്ഥയാണെങ്കിൽ അങ്ങനെ കൂടിയിരിക്കാൻ പാടില്ല എന്നാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അൽ ഇമാം അൽ മുനാവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ലാ യൻബഗി ഇല്ലാ ദാക ഫലാ യഹില്ലു ലിഅഹദിൻ അൻ യുഫ്ഷിയ സിർറ ഗൈരിഹി. കുറച്ച് ആളുകൾ കൂടിയിരുന്ന് പ്രധാനപ്പെട്ട ചില രഹസ്യങ്ങളും പറയുന്നുണ്ട് എങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൂടിയിരിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, രഹസ്യങ്ങൾ പുറത്താക്കുക ആരാണ്? അതാരുടെ സ്വഭാവമാണ്? അത് മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ്. ഒരു മുഅ്മിനിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖീങ്ങൾ അടയാളമായി പറഞ്ഞത് വഇദാ തുമിന ഖാന. അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ വഞ്ചന കാണിക്കും. അവൻ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ പരസ്പരമുള്ള രഹസ്യങ്ങൾ അത് പുറത്താക്കും. ഇത് മുനാഫിഖീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ് മുനാഫിഖീങ്ങളെ കുറിച്ച്, വഇദാ ജാഅഹും മിനൽ അംനി ഔൽ ഖൗഫി അദാഉ ബിഹി. അവരിലേക്ക് മുഅ്മിനീങ്ങളെ കുറിച്ച് ഒരു കാര്യം വന്നെത്തിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും, അതല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും സന്തോഷ വാർത്തയെ അറിയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും രഹസ്യമായിരിക്കും. അങ്ങനെ വല്ല വാർത്തയും ഈ മുനാഫിഖീങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ അദാഉ ബിഹി, അവരത് പരസ്യമാക്കും. ഇവിടെ നോക്കുക, അള്ളാഹു പ്രയോഗിച്ച വാക്ക് അദാഉ ബിഹി എന്നാണ്. അവർ അത് പരസ്യമാക്കും. ഈ വാക്കിൽ നിന്നാണ് പിന്നെ ഇദാഅത്ത് ഉണ്ടായത്. ഇദാഅത്ത് എന്ന് പറഞ്ഞാൽ റേഡിയോ എന്നർത്ഥം. അപ്പൊ നോക്കൂ, അദാഉ ബിഹി, അവർ പരസ്യമാക്കും. മുഅ്മിനീങ്ങൾക്കുള്ള
എന്തെങ്കിലും രഹസ്യമായ കാര്യങ്ങൾ മുനാഫിഖീങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പരസ്യമാക്കും. കാര്യങ്ങൾ അന്വേഷിക്കാതെ, കൂടിയാലോചിക്കാതെ, അതിന്റെ മോശമായ പര്യവസാനങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അത് പറഞ്ഞു നടക്കും. അത് മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഈ ലക്ഷണം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം. രഹസ്യം സൂക്ഷിക്കാൻ പറ്റാതെ ആളുകളെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് എടുത്തു ചാടി അത് പരസ്യമാക്കുന്ന സ്വഭാവമുണ്ട് എങ്കിൽ ഇത് ഗുരുതരമായ സ്വഭാവമാണ്, നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. സ്വഹാബികൾ അവരിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഹിഫ്ളുസ് സിർ, രഹസ്യങ്ങൾ സൂക്ഷിക്കുക സ്വഹാബികളുടെ മാതൃകയാണ്. സ്വഹാബികൾക്കുണ്ടായിരുന്ന, അവർ ചെറുപ്പം മുതലേ ശീലിച്ച സ്വഭാവമാണത്. ഒരിക്കൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അതാ അലയ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅന അൽഅബു മഅൽ ഗിൽമാൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു. അപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങളോട് സലാം പറഞ്ഞു. ഫബഅസനി ഇലാ ഹാജത്തിൻ, ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ചു. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആവശ്യം നിർവഹിക്കാൻ അയച്ചതാണ്, അത് രഹസ്യമാണ്. ഇവിടെ പോലും അനസ് റളിയല്ലാഹു അൻഹു ഒരു ആവശ്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്താ ആവശ്യം എന്ന് പറഞ്ഞിട്ടില്ല. മാത്രല്ല എന്നിട്ട് പറയാണ്, ഫഅബ്തഅതു അലാ ഉമ്മി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ വീട്ടിലേക്ക്, ഉമ്മയുടെ അടുക്കലേക്ക് ഞാൻ കുറച്ച് നേരം വൈകി ആണ് എത്തിയത്. അങ്ങനെ ഉമ്മ ചോദിച്ചു, നേരം വൈകി വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ചോദിച്ചു, മാ ഹബസക്, എന്താണ് അനസേ നേരം വൈകിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാജത്തിൻ, ഉമ്മാനോടും പറയണു റസൂലുള്ളാഹി എന്നെ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചതാണ്. ഉമ്മ ചോദിച്ചു, മാ ഹാജത്തു, എന്താണ് ആവശ്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നഹാ സിർറുൻ, അത് രഹസ്യമാണ് ഉമ്മ. അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുക്കും, ഉമ്മ എന്താ രഹസ്യം എന്ന് ചൂടുന്ന് അന്വേഷിച്ചില്ല. ഉമ്മ പറഞ്ഞു കൊടുക്കണം മോൻക്ക്, ലാ തുഹദ്ദിസന്ന ബിസിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദൻ, മോനെ അങ്ങനെയാണെങ്കിൽ, ഇത് രഹസ്യമാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ രഹസ്യം ഒരാൾക്കും നീ പറഞ്ഞു കൊടുക്കരുത് എന്നാണ്. അപ്പൊ നമുക്ക് ഈ ഹദീസിൽ രണ്ട് പാഠാണുള്ളത്. ഒന്ന്, ഒരാൾ ഒരു രഹസ്യത്തിന് പറഞ്ഞയച്ചാൽ, അതല്ലെങ്കിൽ ഒരു രഹസ്യം പറഞ്ഞാൽ അത് ഒരാളോടും പറയാൻ പാടില്ല. ഇനി ഒരു രഹസ്യമാണെന്ന് അറിഞ്ഞാൽ അതിനെക്കുറിച്ച് ചൂഴ്ന്ന് അന്വേഷിക്കാനും പാടില്ല. അതപ്പോ ഞമ്മക്കറിയാത്തൊരു രഹസ്യം എൻ്റെ കയ്യില്, അതപ്പോ നമ്മളോട് പറയാൻ പറ്റാത്തൊരു രഹസ്യം, അങ്ങനെ പറയാൻ പാടില്ല. രഹസ്യമാണെന്ന് അറിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല. നോക്കൂ, ചെറിയ കുട്ടി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ ചെറുപ്പത്തിൽ തന്നെ ശീലാക്കിയ ഒരു സ്വഭാവമാണ്. ഉമ്മയും കുട്ടി ആ രൂപത്തിലാണ് വളർത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മറ്റൊരു സംഭവം നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സന്ദർഭത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ അടുത്തു വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതു ഭാഗത്തിരുത്തി. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഒരു സ്വകാര്യം പറഞ്ഞു. അപ്പൊ അവര് ഒരുപാട് കരഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അവരെ വിളിച്ച് മറ്റൊരു രഹസ്യം കൂടി പറഞ്ഞപ്പോൾ അവര് ചിരിക്കുകയുണ്ടായി. അപ്പൊ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെല്ലാം നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സംഗതി നടക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് രഹസ്യം പറഞ്ഞത്? നീ കരയുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചിരിക്കുകയും ചെയ്ത വേറൊരു സന്ദർഭം ഞാൻ പിന്നെ കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, മാ കുൻതു ലഉഫ്ശിയ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സിർറ്, രഹസ്യം, അത് ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കുകയില്ല. നോക്ക്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു ഉദാഹരണമാണിത്. മറ്റൊരു സംഭവം സ്വഹാബികളിൽ നിന്ന് തന്നെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഹഫ്സ റളിയല്ലാഹു അൻഹ അഥവാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പെങ്ങളാണ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകളാണ്. അപ്പൊ അവര് വിധവയായി. അപ്പോൾ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകൾ ഹഫ്സയെ നിനക്ക് വിവാഹം ചെയ്തു തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. ഒരുപാട് ദിവസം കഴിഞ്ഞുപോയി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സയെ വിവാഹം ആലോചിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചു. ഇതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമർ, നീ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് ഹഫ്സ അവളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ആലോചിക്കുന്നു എന്ന വിവരം രഹസ്യമായി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറയാതിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രഹസ്യം ഞാനായി പരസ്യമാക്കണ്ടല്ലോ എന്ന് കരുതിയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് പരസ്യമാക്കിയ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രഹസ്യം രഹസ്യമായി സൂക്ഷിക്കണം. ഇനി ഒരു രഹസ്യം ഒരാൾ ആദ്യം മറച്ചു വെച്ചു, പിന്നീട് അയാൾ തന്നെ അത് പരസ്യമാക്കിയാൽ അതുകൊണ്ട് വേറെ ഉപദ്രവങ്ങളൊന്നുമില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം? ആ രഹസ്യം പരസ്യമാക്കാം. ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ ചെയ്തതുപോലെ. ഈ രണ്ട് പാഠങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ളയോട് ഒരിക്കൽ പറഞ്ഞു, മകനെ, നിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് അടുപ്പിക്കുന്നുണ്ട്, നിന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ വാപ്പ പറയണം, മോനെ, അമീറുൽ മുഅ്മിനീനോട് നീ അടുത്ത് നിന്ന് ഇടപഴകുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ നൽകാം. ഒന്നാമത്തെ കാര്യം, ലാ തുഫ്ശിയന്ന ലഹു സിർറൻ. നീ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി ഖലീഫയുമായി ഇടപഴകുമ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ നീ അറിയാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വക രഹസ്യങ്ങളൊന്നും ഒരാളോടും പരസ്യമാക്കുവാൻ പാടില്ല. വലാ തഗ്തബന്ന ഇൻദഹു അഹദൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ ഒരാളുടെയും പരദൂഷണം നീ പറയാൻ പാടില്ല. വലാ യഖ്തലിഅന്ന മിൻക അലാ കദ്ബ. ഉമർ നിന്റെ അരികിൽ നിന്ന് ഒരു കളവും അദ്ദേഹം പിടികൂടാൻ പാടില്ല. 3 വളരെ പ്രധാനപ്പെട്ട ഉപദേശം മോൻക്ക് പറഞ്ഞു കൊടുക്കാൻ. മകനെ, ഖലീഫ ചേർത്ത് നിർത്താണ്, ഒരുപാട് രഹസ്യങ്ങൾ അറിയാൻ സാധ്യതയുണ്ട്, രഹസ്യം പറയരുത്. ഒരാളുടെയും ഗീബത്ത് അവിടെ പോയി പറയരുത്. അത് നിന്റെ സ്ഥാനം അദ്ദേഹത്തിന്റെ അരികിൽ കുറയാൻ കാരണമാകും. അതുപോലെ തന്നെ ഒരു കള്ളത്തരവും അദ്ദേഹത്തിനോട് നീ കാണിക്കരുത്. അങ്ങനെ ഒരു കള്ളത്തരം നിന്നിൽ നിന്ന് അദ്ദേഹം പിടികൂടുവാൻ പാടില്ല എന്ന് മകന് ഉപദേശിച്ചു കൊടുക്കാൻ. അപ്പൊ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട സ്വഹാബികൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരോട്
ഭാര്യമാരിൽപ്പെട്ട ഒരാളോട് അവിടുത്തെ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ആ ഭാര്യ മറ്റൊരു ഭാര്യയോട് ആ രഹസ്യം പറഞ്ഞു കൊടുത്തു. ഈ വിവരം, രഹസ്യം ചോർന്ന വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വന്ന ചെറിയ സൂചനകൾ ഭാര്യയ്ക്ക് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ സൂറത്തു തഹ്രീമിൽ നമുക്ക് വായിക്കാം. ഇദ് അസറ നബിയു ഇലാ ബഅദി അസ്വാജിഹി ഹദീസ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അപ്പോൾ ഈ ആയത്തുകൾ കൊണ്ടുവന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. ഒരാളോട് ഒരു രഹസ്യം പറഞ്ഞാൽ അത് മറ്റൊരാളോട് ചോർത്തിക്കൊടുക്കുക എന്നുള്ളത് തീർത്തും തെറ്റായ ആക്ഷേപകരമായ കാര്യമാണ്. എത്രത്തോളം എന്നാൽ നിർബന്ധമായും തൗബ ചെയ്യേണ്ട തെറ്റാണത്. നിർബന്ധമായും തൗബ ചെയ്യേണ്ട തെറ്റാണത്. ഒരാളൊരു രഹസ്യം പറഞ്ഞിട്ട് പിന്നെ അത് വേറെ ആരോടെങ്കിലും നമ്മൾ പോയി പറഞ്ഞു കൊടുത്താൽ നിർബന്ധമായും തൗബ ചെയ്യേണ്ട തെറ്റാണത്. അള്ളാഹു ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ ശാസിച്ചുകൊണ്ട് ആയത്ത് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. ഇന്ന് ആളുകൾ രഹസ്യമാണെന്ന് പറഞ്ഞിട്ട് കൈമാറും. ആ രഹസ്യം കൈമാറിയ അതേപോലെ ഇത് രഹസ്യമാട്ടോ, ആരോടും പറയരുത്. പിന്നെ അടുത്ത ആൾ ഇത് രഹസ്യമാട്ടോ, അതാരും പറയരുത്. അങ്ങനെ നാടൊട്ടാകെ ഒരു പരസ്യമായ രഹസ്യമായിട്ട് വിവരങ്ങൾ മാറുന്നൊരവസ്ഥ. ഇന്ന് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് മുസ്ലിമീങ്ങൾക്ക് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലാണ് ഇത് കൂടുതലുണ്ടാകുക. അപ്പൊ ഇത് ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് മുസ്ലിമീങ്ങളുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു മുസ്ലിം അവന്റെ അഭിമാനം നമ്മളാൽ ക്ഷതമേൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഉത്തരവാദികളാണ്. ഒരു മുസ്ലിമിന്റെ അഭിമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കഅബയേക്കാൾ മഹത്തരമായ അഭിമാനമാണ്. അവന്റെ മഹത്തരമായ പവിത്രതയുള്ള കാര്യമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്നുള്ളത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബുസ് സിറാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. അപ്പൊ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് രഹസ്യങ്ങൾ അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട്. ഇത്രത്തോളം എന്നാൽ മുനാഫിഖീങ്ങൾ അവരുടെ പേര് ഇദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉമ്മത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ഫിത്നകൾ പുറപ്പെടും എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ സിറുകൾ, അവിടുത്തെ രഹസ്യങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും പരസ്യമാക്കിയിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു ജനാസ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പൊ ജനാസക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അവിടെ പിടിച്ചിരുത്തി, പോവണ്ട, മരിച്ച ആള് മുനാഫിഖാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പേര് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും. ഇത് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കാണ്, ഹൽ സമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹു? ഹുദൈഫ, ആ മുനാഫിഖീങ്ങളുടെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോൾ എന്റെ പേരെങ്ങാനും അതിലുണ്ടോ? നോക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേടി നോക്കൂ നിങ്ങൾ. എന്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഹുദൈഫ പറഞ്ഞു, ഖലീഫയായതുകൊണ്ട് ഞാൻ പറയാണ്, താങ്കളുടെ പേര് അതിലില്ല. ഇനി ലാ ഉഹദ്ദിസന്ന അഹദൻ ബഅദക്, ഇനി ഇതുപോലെ ആരെങ്കിലും ചോദിച്ചാൽ
ഞാൻ ഒരാളോട് ഇത് പറയുകയില്ല. താങ്കൾ ഖലീഫയായതുകൊണ്ട് ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ജനാസ നിസ്കരിക്കാൻ പോകുമ്പോൾ ഹുദൈഫ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ പോകുള്ളൂ. ഈ ഒരു സംഭവത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനാസക്ക് പോകുമ്പോൾ ഹുദൈഫ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോകുള്ളൂ. കാരണം മുനാഫിഖാണോ അല്ലേ എന്നറിയില്ല. നോക്കണം, സ്വഹാബികൾ ഈ കാര്യം എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. സ്വഹാബികൾ നമുക്ക് ഈ വിഷയത്തിൽ ഉത്തമ മാതൃകകളാണ്. നമുക്ക് പല രൂപത്തിലുള്ള രഹസ്യങ്ങൾ അതുമായി ഇടപെടുന്ന ആളുകളായിരിക്കും നമ്മൾ. അതൊരു വ്യക്തിപരമായ രഹസ്യങ്ങൾ, അത് കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുഅ്മിനിന്റെ അഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനത്തിന്റെ രഹസ്യങ്ങളായിരിക്കും. അതല്ലെങ്കിൽ ഒരു കച്ചവടത്തിൽ നമ്മൾ ഏർപ്പെട്ടതിന്റെ കാരണത്താൽ ഉള്ള രഹസ്യങ്ങളായിരിക്കും. ഇതൊക്കെ രഹസ്യങ്ങൾ തന്നെയാണ്. ഈ രഹസ്യങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ നിയമം ബാധകമാണ്. ഒരാളൊരു പണിയെടുക്കുകയാണ്, ഒരു കടയിൽ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് അതിൻ്റെതായ രഹസ്യങ്ങൾ ഉണ്ടാകും. അത് മറ്റുള്ള ആളുകൾക്ക് പരസ്യപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് അതിൻ്റെ പങ്കാളികൾക്കിടയിൽ അവരുടേതായ രഹസ്യങ്ങൾ ഉണ്ടാകും. ഇവൻ ആ രഹസ്യങ്ങളൊക്കെ ചോർത്തി മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത്, അതല്ലെങ്കിൽ ഇവൻ അതുപോലെ ഒരു കച്ചവടം രഹസ്യങ്ങൾ ചോർത്തി ചെയ്യുക, അത് വഞ്ചനയാണ്. അത് ഈ കാലഘട്ടത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിലുള്ള വഞ്ചനയിൽപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വ്യക്തിപരമായ രഹസ്യങ്ങൾക്കപ്പുറം ഇതുപോലെയുള്ള കാര്യങ്ങളും അതും രഹസ്യങ്ങളാണ്, അതും സൂക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിൽ പുറത്തു പറയൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ട, അതല്ലെങ്കിൽ മറച്ചുവെക്കൽ നല്ലതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറച്ചു വെച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. അതിൽ ഒന്നാമത്തെ കാര്യം നന്മകളാണ്. നന്മകൾ അത് മറച്ചു വെക്കുക എന്നുള്ളത് കൂടുതൽ ഇഖ്ലാസുള്ള രീതിയിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ചും സ്വതക്ക പോലെയുള്ള കാര്യങ്ങൾ അത് മറച്ചു വെക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ തന്നെ അതിന്റെ ഫളീലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വദഖത്തു അസ്സിരി തുത്ഫിഉ ഗളബ റബ്ബ്. ഒരുവൻ രഹസ്യമായി സ്വതക്ക കൊടുത്താൽ അള്ളാഹുവിന്റെ കോപത്തിന് അത് കെടുത്തിക്കളയും. അതുപോലെ തന്നെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരുവൻ ഒരു സ്വതക്ക കൊടുത്തു, അത് വളരെ രഹസ്യമാക്കിയിട്ടാണ് കൊടുത്തത്. അവന്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത രൂപത്തിലാണ് കൊടുത്തത്. അപ്പോ രഹസ്യമായി സ്വതക്ക കൊടുക്കുക എന്നുള്ളത് അത് അഅ്സുലിൽ മുഅ്ത, ദാനം ചെയ്യപ്പെടുന്നവന് അവന്റെ അഭിമാനത്തിന് ഏറ്റവും സുരക്ഷിത അതാണ്. വഅഖ്ലസുൽ മുഅ്തി, കൊടുക്കുന്നവന്റെ ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. സ്വതക്കയുടെ കാര്യത്തിൽ പ്രത്യേകം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കൂ, ആളുകൾ സ്വതക്ക കൊടുക്കുന്നത് ആളുകൾക്കിടയിൽ പ്രദർശിപ്പിക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നന്മ ചെയ്താൽ, ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താൽ, ഒരു 10 റുപ്യ സ്വതക്ക കൊടുത്താൽ അത് മാലോകർക്ക് മുന്നിൽ കാണിക്കാതെ എന്ന ആളുകൾക്ക് സമാധാനമായി. ചിലപ്പോൾ ചില മസ്ലഹത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും. ചില നന്മകൾ അത് പ്രകടമാക്കേണ്ടി വരും. അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഇത് അതിരി വിട്ടുകൊണ്ടൊരു പ്രഹസനം പോലെ, ഒരു പ്രകടനപരതയ്ക്കു വേണ്ടി ആളുകൾക്ക് മുന്നിൽ ചെയ്തതൊക്കെ പറയാ, കൊടുത്ത കിറ്റിന്റെ കണക്കും കയറിയ വീടിന്റെ കണക്കും, ഇത് നൽകപ്പെട്ടയാൾ ഈ കാര്യങ്ങൾ, ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ കണ്ടതിന് ശേഷം ഇത് ഏറ്റുവാങ്ങിയതിന്റെ മനസ്താപം പേറി നടക്കുക. ഇവന് വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയാണ്. ഇത് ദീനല്ല സഹോദരങ്ങളെ, ഇത് പാവപ്പെട്ട ആളുകളെ അപമാനിക്കലാണ്.
ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നന്മകൾ അത് മറച്ചുവെക്കാൻ നമ്മൾ തയ്യാറാകണം. മറച്ചുവെക്കാൻ നമുക്ക് സാധിക്കണം. ചില സലഫുകൾ പറഞ്ഞതുപോലെ ഇക്തം ഹസനാതിക് കമാ തക്തം സയ്യിആതിക്, നീ നിന്റെ തിന്മകൾ മറച്ചു വെക്കുന്നത് പോലെ നീ നിന്റെ നന്മകൾ മറച്ചു വെക്കുക. നമുക്കും റബ്ബിനും മാത്രം അറിയുന്ന ചില നന്മകൾ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ വല്ല നന്മകളും നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക. ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന വേറൊരാളും അറിയാത്ത നന്മകൾ നമുക്കുണ്ടോ? ഇല്ല എങ്കിൽ നമുക്കുണ്ടാകണം. ഖബീഉം മിൻ അമലിൻ സാലിഹിൻ മൻ ഇസ്തതാഅ മിൻകും അൻ യഅമല, ഒരാൾക്ക് ഗോപ്യമായ ഒരാളും അറിയാത്ത അല്ലാഹും അവനും മാത്രം അറിയുന്ന അമൽ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നാണ്. മുൻഗാമികളിൽ ധാരാളം ഉദാഹരണങ്ങൾ ഇതിന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഉംറക്ക് പോയാൽ, ഹജ്ജിന് പോയാൽ ആളുകൾ ഫോട്ടോ എടുക്കണ തിരക്കിലാണ്. മത്താഫിലാകട്ടെ മസ്അയിലാകട്ടെ എവിടെ പോയാലും ഈ പറഞ്ഞ അത് അവൻ ചെയ്യുന്ന ഇബാദത്ത് അത് ശരിയായി ചെയ്യാനല്ല നോക്കുന്നത്. അതല്ലെങ്കിൽ അതിൽ സൂക്ഷ്മത പാലിക്കുവാൻ, കൃത്യമായി നിർവഹിക്കാൻ, അതിൽ ഹൃദയ സാന്നിധ്യം ഉണ്ടാക്കാനല്ല നോക്കുന്നത്. ഇവൻ ചെയ്യുന്നത് മുഴുവൻ പകർത്തണം, എന്നിട്ട് ആളുകൾക്ക് മുന്നിൽ അവനിത് പ്രദർശിപ്പിക്കണം. ഇത് വലിയ ഇഖ്ലാസിനെ ചോർത്തിക്കളയുന്ന അപകടമാണെന്ന് നമ്മൾ എപ്പോഴാണ് ഇനി തിരിച്ചറിയാൻ സാധിക്കുക? നമുക്ക് നമ്മളും റബ്ബും മാത്രം അറിയുന്ന അമലുകൾ. മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾക്ക് ആ ഒരു ശീലം ഉണ്ടായിരുന്നു. അവര് സ്വന്തം ഭാര്യ പോലും അറിയാതെ ചെയ്തിരുന്ന നന്മകളുണ്ടായിരുന്നു. മുൻഗാമികളിൽപ്പെട്ട ഒരാളെ കുറിച്ച് പറഞ്ഞതായി കാണാം. അദ്ദേഹം ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കും. അദ്ദേഹം നോമ്പുകാരനായിരിക്കും. ഈ ഭക്ഷണം എന്ത് ചെയ്യും? അദ്ദേഹം വഴിയിലാർക്കെങ്കിലും ദാനം ചെയ്യും. കാലങ്ങളോളം നോമ്പെടുത്ത് ഭാര്യ അറിയില്ല. ഭാര്യ നോക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട്. ആള് നോമ്പുകാരനാണ്. നോമ്പിന്റെ കൂലിയും സ്വതക്കട കൂലിയും ഒരാളും അറിയൂല. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിനെ കുറിച്ച് ഏറ്റവും അടുത്ത് അറിയുന്ന ചില ആളുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടാണ് പിന്നെ ലോകം അറിയുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി, അദ്ദേഹം രഹസ്യമായ അമലുകൾ ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഭക്ഷണത്തിന്റെ ചാക്കുകൾ, ചരക്കിന്റെ ചാക്കുകൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എങ്ങനെയാണ് ഇത് ഹസൻ റളിയല്ലാഹു അൻഹു ആണെന്ന് എങ്ങനെ അറിഞ്ഞത്? അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പിന്നെ ആ കുടുംബങ്ങളൊക്കെ പട്ടിണിയായി. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് രാത്രിയിൽ ഞങ്ങളെ വീടിന്റെ മുന്നിൽ ഭക്ഷണപ്പൊതികൾ, ചരക്കിന്റെ ചാക്കുകൾ കൊണ്ടുവെക്കാറുണ്ടായിരുന്നത് ഹസൻ ആയിരുന്നു എന്ന് മനസ്സിലായി. മാത്രമല്ല, അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കുമ്പോൾ പുറത്തൊരു തയമ്പ് കണ്ടു. ചാക്കുകൾ വഹിച്ചു കൊണ്ടുപോയതിന്റെ പാട് കണ്ടു. ജനങ്ങൾക്ക് മനസ്സിലായി, ജനങ്ങൾക്ക് ഇത്ര നാള് സഹായം കൊടുത്തിരുന്നത് ഹസൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന്. നമുക്കുള്ള വലിയ മാതൃകകളാണ്. നന്മകൾ പരമാവധി നമ്മൾ മറച്ചു വെക്കുക. അതിൽ ഒരുപാട് ഖൈറുണ്ട്. എന്നാൽ പരസ്യമാക്കേണ്ട നന്മകൾ ഉണ്ടാകും. ഒരു നന്മയും പരസ്യമായി ചെയ്യാൻ പാടില്ല, സ്വതക്ക പരസ്യമായിട്ട് കൊടുക്കാൻ പാടില്ല എന്നല്ല നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. ചില സന്ദർഭത്തിൽ കൊടുക്കേണ്ടി വരും, മാതൃക കാണിക്കാൻ, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാകാൻ ചെയ്യേണ്ടി വരും. എന്നാൽ രഹസ്യമായ അമലുകൾ നമുക്കുണ്ടാകണം. അത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ മറച്ചു വെക്കേണ്ട, പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് തിന്മകൾ എന്നുള്ളത്. നന്മകൾ മറച്ചു വെക്കണമെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണെങ്കിൽ തിന്മകൾ എന്തുകൊണ്ടും മറച്ചു വെക്കേണ്ട കാര്യമാണ്. തിന്മകൾ അത് പരസ്യമായി ചെയ്യുക എന്നുള്ളത് തിന്മകൾ രഹസ്യമായി ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. ചില ഉലമാക്കൾ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ തിന്മകൾ രഹസ്യമായി ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് തിന്മകൾ പരസ്യമായി ചെയ്യുക എന്നുള്ളത്.
കാരണം പരസ്യമായി ഒരുവൻ തിന്മ ചെയ്യുന്നു എന്നുള്ളത് ആ തിന്മ അവൻ അത്രയും നിസ്സാരമാണ് എന്നറിയിക്കുന്ന കാര്യമാണ്. അതൊരു തരത്തിൽ അവന്റെ കിബറിനെ അറിയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തിന്മകൾ രഹസ്യമായി ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായി പരസ്യമായി ചെയ്യുക എന്നുള്ളത്. തിന്മകൾ പരസ്യമായി ചെയ്യുന്നതിൽ പെട്ടതാണ് കഴിഞ്ഞുപോയ തിന്മകൾ എടുത്തു പറയാന്നുള്ളത്. ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്ത തിന്മയായിരിക്കും, പക്ഷെ ഇത് ആളുകളോട് പോയി പറഞ്ഞു കൊടുക്കും, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? പരസ്യമാക്കുന്നതിൽ പെട്ടതാണ്. തിന്മകൾ പരസ്യമാക്കുന്നതിൽ പെട്ടതാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുഅ്മിനീങ്ങൾക്കിടയിൽ ഫാഹിഷത്തുകൾ, മ്ലേച്ഛവൃത്തികൾ അത് പരസ്യമാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിൽ തിന്മകൾ പ്രചരിപ്പിക്കുന്ന ആള് പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുക. സമൂഹത്തിൽ തിന്മകളൊക്കെ സുലഭമായി അത് പരസ്യമായി ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തുക, അത് പ്രചരിപ്പിക്കുക, താൻ ചെയ്ത തിന്മകൾ അത് വിളിച്ചു പറയുക, ഇതൊക്കെ ഇതിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെയ്ത തിന്മകൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം ഹൃദയങ്ങൾ ദുർബലമാണ്. ഇവൻ ചെയ്ത തിന്മ മറ്റവനക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവനാ സംസാരം സ്വാധീനിക്കുകയും പിന്നെ അവൻ അതിൽ പെട്ടുപോകാൻ സാധ്യതയുമുണ്ട്. ശൈത്താൻ എപ്പോഴാണ് ഇടപെടൽ നടത്തുക, എപ്പോഴാണ് അവനെ കയ്യേറുക എന്ന് പറയാൻ പറ്റില്ല. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. നമ്മുടെ നഫ്സ്, ഓരോ ആളുകളുടെയും നഫ്സുകൾ, മനസ്സുകളെ തിന്മക്ക് വേണ്ടി അങ്ങേയറ്റം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, തിന്മകൾക്ക് വേണ്ടി മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ദുർബലമായ ഹൃദയങ്ങൾക്ക് ഈ തിന്മ കേൾക്കുമ്പോൾ അതിനോടൊരു ചായ്വുണ്ടാകും. അതുകൊണ്ട് നീ ഒറ്റക്ക് ചെയ്ത തിന്മയാണെങ്കിലും മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അത് തിന്മകൾ പരസ്യമാക്കുന്നതിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എന്റെ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, തിന്മകൾ പരസ്യമാക്കുന്ന ആളുകൾക്കൊഴികെ. എന്താണ് തിന്മകൾ പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ? അൻ യഅമല الرجل بالليل عملا ثم يصبح وقد ستره الله تعالى. ഒരുവൻ രാത്രി ഒരു തിന്മ ചെയ്യും, ഒരു തിന്മയിൽ ഏർപ്പെടും. രാവിലെ ആവുമ്പോഴേക്ക് അള്ളാഹു അത് മറച്ചു വെച്ചിട്ടുണ്ടാവും. അവന്റെ തിന്മകൾ ഒരാളും അറിയാതെ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ടാകും. എന്നാൽ ഇവന് പിറ്റേന്ന് എഴുന്നേറ്റ് അവന്റെ കൂട്ടുകാരിലേക്ക് പോയിട്ട് പറയും, അമിൽതുൽ ബാരിഹത കദാ വകദാ, ഞാൻ ഇന്നലെ രാത്രി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വിളിച്ചു പറയും. അവൻ ഈ തിന്മ ചെയ്ത് കിടന്നുറങ്ങിയപ്പോൾ അള്ളാഹു മറച്ചു വെച്ച തിന്മയായിരുന്നു, പക്ഷെ അവനായി അത് പരസ്യപ്പെടുത്തി. അങ്ങനെയുള്ള തിന്മകൾ ചെയ്തതിന് ശേഷം അതിനെ പരസ്യപ്പെടുത്തുന്ന ആളുകൾക്കല്ലാതെ ബാക്കി എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അള്ളാഹു അവന്റെ സിത്ർ അത് വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമ്മുടെ തിന്മകൾ അത് മറച്ചു വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറ നീക്കിയാൽ പലർക്കും തല അത് ഉയർത്തിക്കൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അള്ളാഹു അവന്റെ നമ്മോടുള്ള അങ്ങേയറ്റത്തെ റഹ്മത്ത് കാരണം തിന്മകൾ ചെയ്യുന്നവരുടെ തിന്മകൾ അള്ളാഹു മറച്ചു വെക്കുന്നു, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. പക്ഷേ ഈ മറ നീക്കാൻ കരുതിക്കുട്ടിയ ആളുകൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ ഈ മറ നീക്കലാണത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തിന്മകൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇന്ന് പല ആളുകളും ഭയങ്കര അഭിമാനത്തോടുകൂടി പറഞ്ഞു, ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ടാ എന്ന് പറഞ്ഞിട്ട് ചെയ്ത തിന്മകളും തോന്നിയാസങ്ങളും പറയും. ചില ആളുകൾ ജാഹിലിയത്തിനെ കുറിച്ച് സംസാരിക്കും. മറ്റുള്ള ആളുകൾ അള്ളാഹു തന്ന നിഅമത്ത് അത് പറയാനാണെങ്കിൽ അനുവദിച്ച കാര്യമാണ്, പക്ഷേ വിശദമായി പറയാൻ പാടില്ല.
ഞാൻ വളരെ പിഴച്ച അവസ്ഥയിലായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകി. അങ്ങനെ മൊത്തത്തിൽ പറയാം, ചെയ്ത ഓരോ തിന്മയും അത് വിശദമായി വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. നമ്മിൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു തെറ്റാണിത്. നമ്മുടെ തിന്മകൾ നമ്മൾ മറച്ചു വെക്കുക, അത് പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതുപോലെ മറ്റുള്ള ആളുകളുടെ കുറവുകൾ, ന്യൂനതകൾ, തിന്മകൾ അതും മറച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനത, അവന്റെ തിന്മ, ഒരു കുറവ് അവൻ മറച്ചു വെച്ചാൽ അള്ളാഹു പരലോകത്ത് അവന്റെ തിന്മകളെ, അവന്റെ ന്യൂനതകളെ അള്ളാഹു മറച്ചു വെക്കും. ആരാണ് പരലോകത്ത് അള്ളാഹു നമ്മുടെ തിന്മകളെ മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടാത്തവരായ ആരാണുള്ളത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കണമെന്നാണ്. നമ്മളത് ഇഷ്ടപ്പെടുന്നു എങ്കിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ ന്യൂനതകളെ, തിന്മകളെ മറച്ചു വെക്കുക. എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു കുറ്റം കാണുമ്പോഴേക്ക് അത് പരസ്യപ്പെടുത്താൻ പാടില്ല. നസീഹത്താണ് ഉദ്ദേശിക്കുന്നത്. നേരിട്ട് പോയി സ്വകാര്യമായി നസീഹത്ത് കൊടുക്കുക. അതാണ് പരസ്യമാക്കുന്നതിനേക്കാൾ ഫലപ്രദമാവുക. അതുകൊണ്ട് തിന്മകൾ, മറ്റുള്ള ആളുകളുടെ കുറവുകൾ നമ്മൾ മറച്ചു വെക്കുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ പറഞ്ഞതായി കാണാം, ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ് ദുനിയ. ഒരുവൻ ഇഹലോകത്ത് ദുനിയാവിൽ ഒരുവന്റെ തിന്മയെ മറച്ചു വെക്കുകയാണ് എങ്കിൽ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, പരലോകത്ത് അവന്റെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കാതിരിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകളെ തിന്മകൾ നമ്മൾ മറച്ചു വെക്കുക. ചിലപ്പോൾ മറ്റുള്ള ആളുകളെ കുറിച്ച് തിന്മകൾ ചിലപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും കേൾക്കുന്നത്. നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവുകയില്ല, നേരിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. വേറെ ആരോ വഴി കേട്ടത് ആയിരിക്കും നമ്മൾ പ്രചരിപ്പിക്കുക. എത്ര ഗുരുതരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കുക എന്നുള്ളത് തന്നെ ഒരുവൻ കള്ളനാകാൻ അത് തന്നെ മതി. കേട്ടത് പറഞ്ഞു നടന്നാൽ മതി. അത് സത്യമായിക്കൊള്ളട്ടെ അസത്യമായിക്കൊള്ളട്ടെ, കേട്ടത് അങ്ങനെ പറഞ്ഞു നടക്കുക, കാര്യങ്ങൾ അന്വേഷിക്കാതെ പറഞ്ഞു നടക്കുക എന്നുള്ളത് തന്നെ കളവാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. മുഅ്മിനീങ്ങളെ, നിങ്ങളിലേക്ക് ഒരു ഫാസിഖ് വന്നാൽ, എന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക്, ഒരു വാർത്ത പറഞ്ഞാൽ നിങ്ങളത് വ്യക്തത വരുത്തുക, ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഉറപ്പ് വരുത്തി സത്യമാണെങ്കിൽ പാട്ടാക്കാമെന്നാണോ? അല്ല. അതിന്റെ ഖൈറും ഷർറും നമ്മൾ വിലയിരുത്തണം. മുഅ്മിനീങ്ങൾ അവരുടെ തിന്മകൾ നമ്മൾ മറച്ചു വെക്കണം. ഇത് വലിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറച്ചുവെക്കൽ നല്ലതായ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ വിജയിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന, ഭംഗിയായി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ നല്ല നല്ല ലക്ഷ്യങ്ങൾ, അത് പൂർത്തിയാകുന്നതിന് മുൻപ്, അത് വിജയകരമായി അത് മുഴുവനായി കഴിയുന്നതിന് മുമ്പ് ആ ലക്ഷ്യങ്ങൾ ആളുകൾക്കിടയിൽ പരസ്യമാക്കാതിരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഒരുവനൊരു വീട് പണിയാൻ ഉദ്ദേശിക്കാന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഒരുവന് ഒരു കുട്ടി ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ ആ കുട്ടി ഉണ്ടാകണം, ആ കുട്ടി നല്ല രൂപത്തിൽ ജനിക്കണം, അതിൽ വീട് അത് ഏറ്റവും നല്ല രൂപത്തിൽ പണി തീരണം, അതിലൊരു കച്ചവടം അത് നല്ല രൂപത്തിൽ വിജയകരമായി തുടങ്ങാൻ പറ്റണം. അതെത്തുന്നവരെ ഒന്ന് സ്വബർ ചെയ്യുക. അത് എല്ലാ ആളുകൾക്കിടയിലും പരസ്യമാക്കാതിരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഇസ്തഈനു അലാ നജാഹി ഹവായിജികും ബിൽ കിത്മാൻ. നിങ്ങളുടെ നല്ല നല്ല ലക്ഷ്യങ്ങൾ അത് പരിപൂർണമായി പൂർത്തിയാകാൻ നിങ്ങൾ മറച്ചു വെക്കുക. കാരണം എന്താ? ഫഇന്ന കുല്ലി ദീ നിഅമത്തിൻ
فإن كل ذي نعمة محسود. എല്ലാ നിഅമത്ത് ലഭിക്കപ്പെടുന്ന ആളുകൾക്കും അസൂയക്കാരുണ്ടായിരിക്കും. നമ്മളൊരു കാര്യം, ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും പറഞ്ഞാൽ നമ്മളോട് അസൂയ വെക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവന്റെ അസൂയയുടെ ഷെറ് കാരണം, ആ അസൂയയിലൂടെ ഉണ്ടാകുന്ന കണ്ണേറ് കാരണം നീ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിന് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമാകുന്നത് വരെ അത് മറച്ചു വെക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇന്ന് സ്റ്റാറ്റസുകളുടെ കാലമാണ്. എന്ത് കിട്ടിയാലും ആളുകൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും. കുട്ടികളൊന്ന് ചിരിച്ചാൽ, കുട്ടികളൊന്ന് നടക്കാൻ തുടങ്ങിയാൽ, ഒരു വണ്ടി എടുത്താൽ, അതല്ലെങ്കിൽ ഒരു വിരുന്നുണ്ടാക്കിയാൽ ഇതിങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ ഇടും. ഇത് തെറ്റാണെന്നോ ഹറാമാണെന്നോ എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് ഇതിലൊരു അതിരില്ലാതെ പരിധി വിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ മഫാസിദുകൾ, അതിന്റെ ഉപദ്രവങ്ങൾ, അതിന്റെ ദററുകൾ നമുക്ക് തന്നെയായിരിക്കും. കണ്ണേർ എന്നുള്ളത് ലൈനു ഹഖ്ഖുൻ, കണ്ണേർ എന്നുള്ള സത്യമാണ്. നിന്റെ സ്റ്റാറ്റസ് കാണുന്ന എല്ലാ ആളുകളും നിനക്ക് വേണ്ടി ബറക്കത്തിനെ കുറിച്ച് ചോദിക്കുന്ന ആളുകളായിരിക്കൂല. നിന്റെ സ്റ്റാറ്റസ് കാണുന്ന എല്ലാ ആളുകളും നിന്റെ ഉറ്റമിത്രങ്ങളായിക്കോളും. നിന്റെ അസൂയക്കാരുണ്ടാവും, നിന്റെ ശത്രുക്കളുണ്ടാകും, നീ ഒന്ന് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. അവരെ മുന്നിലൊക്കെ നിന്റെ ഓരോ ന്യായമറ്റും ഇങ്ങനെ കൊട്ടിഘോഷിക്കുക, മാലോകർക്ക് മുന്നിൽ ഇത് പ്രദർശിപ്പിക്കുക എന്നുള്ള നല്ല കാര്യമല്ല. മറച്ചു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കണം. അതിലൊരുപാട് ഖൈറുകൾ, ഉപകാരങ്ങളുണ്ട്. രഹസ്യമാക്കി വെക്കേണ്ട, പരസ്യപ്പെടുത്താൻ പാടില്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദാമ്പത്യ ജീവിതത്തിലെ രഹസ്യങ്ങൾ എന്നുള്ളത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ടാകുന്ന രഹസ്യമായ കാര്യങ്ങൾ അതൊരിക്കലും പരസ്യപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മിൻ അശർരി الناس عند الله منزلة يوم القيامة. അല്ലാഹുവിന്റെ അരികിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ഷർറായ, ഏറ്റവും മോശം സ്ഥാനമുള്ള ഒരുവൻ അവൻ الرجل يفضي إلى امرأته وتفضي إليه ثم ينشر سرها. ഒരുവൻ അവന്റെ ഭാര്യയുമായി രഹസ്യമായ ബന്ധത്തിൽ ഏർപ്പെടുന്നു, അവൾ ഇവനുമായും രഹസ്യമായ ബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്നിട്ട് പിറ്റേ ദിവസം അവൻ ആ രഹസ്യങ്ങൾ അവന്റെ ആളുകൾക്കിടയിൽ പരസ്യപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ തന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ, ന്യൂനതകൾ അത് പരസ്യപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ അവരാണ് ഏറ്റവും ഷർറായ ആളുകൾ. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും മോശം സ്ഥാനമുള്ള ആളുകൾ ഇവർക്കായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ദാമ്പത്യ ജീവിതത്തിലെ രഹസ്യങ്ങൾ, ഭാര്യയുമൊത്തുള്ള നിമിഷങ്ങൾ, അവരുമായുള്ള ചിരികളികൾ, ഇതൊക്കെ പരസ്യമാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു പറഞ്ഞത് ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഭാര്യമാർ അവർക്കുള്ള വസ്ത്രമാണ്, അവർ നിങ്ങൾക്കുള്ള വസ്ത്രവുമാണ്. പരസ്പരം രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ആളുകളാണ്. എന്നാൽ ഇന്ന് നോക്കൂ, ഈ പറഞ്ഞ ഒരു ബോധവുമില്ലാതെ, ഈ ഒരു അമാനത്തിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ തന്റെ ഭാര്യയെ ആളുകൾക്ക് മുന്നിൽ, മാലോകർക്ക് മുന്നിൽ കാഴ്ച വസ്തുവാക്കുന്ന അവസ്ഥയാണുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് ജീവിക്കുന്നു. എത്ര മോശമായ കാര്യമാണ്. രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ അത് പരസ്യമാക്കുന്നു. എന്ന ആളുകളുടെ ബുദ്ധി അത് മരവിച്ചു പോയതിന്റെ തെളിവാണിത്. മ്ലേച്ഛമായ കാര്യങ്ങൾ അത് എത്ര അതിര് കടന്നിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണം.
അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് ആ കല്യാണം കഴിഞ്ഞവന്റെ അരികിൽ പോയി, അതല്ലെങ്കിൽ ഇവരുടെ അരികിലേക്ക് വരുമ്പോൾ അന്ന് തലേന്നുണ്ടായ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതൊരു മടിയും കൂടാതെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ഇന്ന് യുവാക്കൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോശമായ, ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളാണ്. ഇത് കഠിനമായ ശിക്ഷക്ക് അർഹമാകുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതും ഇതുപോലെ ഒരാളോടും പറയാൻ പാടില്ല. കുടുംബജീവിതമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാകും, സ്നേഹമുള്ളടുത്ത് പരിഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇത് ഒന്ന് ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് എല്ലാ ആളുകളോടും വിളിച്ചറിയിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല. അത് ആ കുടുംബ ബന്ധം, ആ വൈവാഹിക ബന്ധം നശിക്കാനുള്ള ഒരു കാരണമാണ്. അത് പ്രധാനപ്പെട്ട കാരണമാണ്. എന്തെങ്കിലും ചെറുത് ഉണ്ടാകുമ്പോഴേക്ക് വാപ്പാനോടും ഉമ്മാനോടും കുടുംബക്കാരോടും എല്ലാവരോടും അതറിയും. അപ്പോഴേക്കും ഇവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടാകും. ഇനി അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അകന്നു കഴിഞ്ഞിട്ടുണ്ടാകും. എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അറിയിക്കേണ്ട ആളുകളോടാണ് അറിയിക്കേണ്ടത്, എല്ലാവരോടും അറിയിക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ഇടപെട്ട് മസ്ലഹത്തുണ്ടാക്കും, രഞ്ജിപ്പുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാവുന്ന ചില ആളുകളോട് മാത്രമാണ് ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും പറയേണ്ടത്. പണ്ഡിതന്മാർ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് കുട്ടിക്കളിയല്ല. വൈവാഹിക ജീവിതം, ദാമ്പത്യ ബന്ധം, വിവാഹം എന്നുള്ളത് അത് കുട്ടിക്കളിയല്ല, അത് ഉത്തരവാദിത്തമാണ്. 2 ആഴ്ച മുമ്പ് നിക്കാഹ് കഴിക്കുക, 3 ആഴ്ച കഴിഞ്ഞ ത്വലാഖ് പിരിയ, അങ്ങനെയല്ല. ഇത് മീസാഖുൻ ഗലീദാൻ. ഇത് വളരെ വളരെ കഠിനമായ ഭാരമുള്ള കരാറാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി ഭാര്യയും ഭർത്താവും പിരിഞ്ഞു തന്നെ വിചാരിക്കുക, ത്വലാഖിൽ അവസാനിച്ചു എങ്കിലും പരസ്പരമുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പാടില്ല. പുതിയ ഭാര്യയോടോ പുതിയ ഭർത്താവിനോടോ മുൻപുള്ള രഹസ്യങ്ങൾ അതൊന്നും പരസ്യപ്പെടുത്താൻ പാടില്ല. അവർ സ്വീകരിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. ഇരുവരുടെയും രഹസ്യങ്ങൾ, അമാനത്തുകൾ, അതിന് പവിത്രത നൽകി അത് സൂക്ഷിക്കണം. ത്വലാഖായാൽ പോലും, വിവാഹബന്ധം മുറിഞ്ഞാൽ പോലും ഇരുവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, ഇതൊക്കെ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും നമ്മുടെ മക്കൾക്ക്, യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ, കൗമാരക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അവർക്ക് വിവാഹബന്ധം പെട്ടെന്ന് മുറിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. തോന്നിവാസങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കാൻ ആളുകളുണ്ട്. തിന്മകളിലേക്ക് കൊണ്ടുപോകാൻ ആളുകളുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ, മര്യാദകൾ നമ്മുടെ മക്കൾക്ക്, പ്രായപൂർത്തിയാകുന്ന മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോൾ വാപ്പയും ഉമ്മയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറച്ചു വെക്കേണ്ട, പരസ്യമാക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഔറത്തുകൾ, നഗ്നതകൾ. യാതൊരു കാരണവശാലും ഔറത്ത് അത് പ്രകടിപ്പിക്കാൻ പാടില്ല. പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, തങ്ങളുടെ ഔറത്തുകൾ, നഗ്നതകൾ മറക്കുക എന്നുള്ളത് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദ പഠിപ്പിക്കുമ്പോൾ, പണ്ടൊന്നും ബാത്റൂം ഇല്ല, വെളിം പ്രദേശങ്ങളിൽ പോയാണ് കാര്യങ്ങൾ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് വിദൂരമായി പോകണം. എന്തിനാ അങ്ങനെ പോകുന്നത്? ഔറത്ത് കാണാതിരിക്കാനാണ്. ഔറത്ത് ഒളിവാക്കൽ, ഒരാൾ മറ്റൊരാളുടെ ഔറത്ത് കാണാൻ നിഷിദ്ധമാണ്, ഹറാമാണ്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും. പുരുഷന് മറ്റൊരു പുരുഷന്റെ ഔറത്ത് കാണാൻ പാടില്ല. സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ ഔറത്ത് കാണാൻ പാടില്ല. എത്ര അടുപ്പമുള്ള ആളുകളായാലും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ കാണേണ്ടി വരും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, അതല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഔറത്തുകൾ,
അവരുടെ മാതാപിതാക്കൾക്ക്, അങ്ങനെയുള്ള അറിയപ്പെട്ട ചില കാര്യങ്ങൾ അത് ഒഴിച്ചു നിർത്തിയാൽ നിർബന്ധിത സാഹചര്യത്തിൽ ചികിത്സിക്കുന്നയാൾക്ക് നിർബന്ധിത സാഹചര്യം അങ്ങനെയുള്ള അറിയപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഔറത്തുകൾ അത് പരസ്പരം ഒളിവാക്കപ്പെടാൻ പാടില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് സന്ദർഭത്തിലായാലും, അത് കളിക്കുന്ന ഗ്രൗണ്ടിലായാലും വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിലായാലും അവിടെ ഒരു ഔറത്ത് ഇവിടെ വേറൊരു അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. ഔറത്ത് എല്ലാ സ്ഥലത്തും ഒരേ ഔറത്ത് തന്നെയാണ്. അത് കളിക്കുന്ന ഗ്രൗണ്ടിലായാലും ഏത് ജിമ്മിലായാലും ഇസ്ലാമിന് ഒരു ഔറത്തേ ഉള്ളൂ, പുരുഷന്മാർക്കായാലും സ്ത്രീക്കായാലും. അത് പാലിക്കപ്പെടണം. പരസ്പരം ഔറത്തുകൾ കാണാനോ നോക്കാനോ പാടില്ല. ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുൽ വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്ത് നോക്കാൻ പാടില്ല, സ്ത്രീയും അപ്രകാരം തന്നെ. ഔറത്ത് മറക്കണം. പുരുഷന്റെ ഔറത്ത് എവിടെയാണ്? പൊക്കിൾ മുതൽ മുട്ടുവരെ, പൊക്കിൾ ഉൾപ്പെടെ മുട്ടുൾപ്പെടെയാണ് അവന്റെ ഔറത്ത്. അത് ഒളിവാക്കാൻ പാടില്ല. സ്ത്രീകൾ ഔറത്ത് എവിടെയാണ്? ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീ അവൾ മുഴുവൻ ഔറത്താണ്. അവളുടെ മുഖവും അടക്കം എല്ലാം ഔറത്താണ്, അത് മറക്കപ്പെടണം. എന്നാൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മുഖവും മുൻകൈയും അത് മറക്കേണ്ടതില്ല, അത് ഔറത്തല്ല എന്ന് ചില ഉലമാക്കൾ പറഞ്ഞു. ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ഒരു ഫോട്ടോ, ഒരു പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ ഫോട്ടോ കിട്ടിയാൽ, അവളുടെ മുഖം കിട്ടിയാൽ എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും ഒട്ടിച്ചു വെക്കുവാനുള്ള സാഹചര്യമുള്ള, അങ്ങനെ ചെയ്യുന്ന തോന്നിവാസികളുള്ള ഇന്നിന്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക്, സ്വന്തത്തിന് നസീഹത്തുള്ള ഗുണകാംക്ഷയുള്ള ഒരു സ്ത്രീക്ക് അവളെ മുഖം പ്രദർശിപ്പിക്കാൻ എങ്ങനെ പറ്റും? പ്രദർശിപ്പിക്കാന്ന് മാത്രമല്ല, അത് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യാൻ എങ്ങനെ പറ്റും? നമ്മൾ പറഞ്ഞു ചില പണ്ഡിതന്മാർക്ക് മുഖം അതല്ലെങ്കിൽ മുൻകൈ അത് ഔറത്തല്ല എന്ന അഭിപ്രായം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ പണ്ഡിതന്മാരും പറഞ്ഞത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുഖം മറക്കൽ നിർബന്ധം അഫ്ദലാണ് എന്ന വിഷയത്തിൽ തർക്കമില്ല. ഏറ്റവും ഉത്തമം അത് ഔറത്തല്ലെങ്കിലും അത് മറക്കലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ പഠിപ്പിച്ച, ഔറത്തല്ല മുഖം ഔറത്തല്ല എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എഴുതി വെക്കുന്നു, എന്റെ ഭാര്യമാരും എന്റെ പെൺമക്കളും നിഖാബ് ധരിക്കുന്നവരാണ്, മുഖം മറക്കുന്നവരാണ്. ഇന്നിന്റെ സാഹചര്യത്തിൽ എല്ലാ സ്ത്രീകളും മുഖം മറക്കണമെന്നേ ഞങ്ങൾ പറയുകയുള്ളൂ, അവൾക്ക് അഫ്ദലായത് അതാണ് എന്ന് മുഖം ഔറത്തല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാർ വരെ പറയാണ്. അപ്പൊ മുഖം മറക്കണ്ടെന്ന് ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അത് ദീനിൽ പെട്ടതാണ്, ഏറ്റവും അഫ്ദലാണ്, ഏറ്റവും നല്ലതാണ്, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എല്ലാ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ചില മുസ്ലിം സംഘടനകളിലുള്ള ചില ആളുകൾ, ദീൻ അറിയാമെന്ന് വാദിക്കുന്ന ചില അല്പജ്ഞാനികൾ, അവർ വന്നിട്ട് അതൊക്കെ എന്തോ തീവ്രവാദത്തിന്റെ അടയാളായി അതിനെ നിരുത്സാഹപ്പെടുത്തി നിഖാബ് ധരിക്കുന്ന കുട്ടികളിൽ നിന്ന് നിഖാബ് അത് ഊരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പറഞ്ഞു വന്നത് ഔറത്ത്, അത് സ്ത്രീ ആയാലും പുരുഷന്മാരായാലും ഔറത്ത് മറക്കേണ്ടത് തന്നെയാണ്. അത് പരസ്യപ്പെടുത്തുക എന്നുള്ളത് പാടില്ല. അതുപോലെ തന്നെ മറച്ചു വെക്കേണ്ട, പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളിൽപ്പെട്ടതാണ് മോശമായ സ്വപ്നങ്ങൾ. മോശമായ സ്വപ്നങ്ങൾ അത് പുറത്തു പറയാൻ പാടില്ല, അത് മറച്ചു വെക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇദാ റഅ ഗൈറ ദാലിക മിമ്മാ യക്റഹു ഫഇന്നമാ ഹിയ മിനശ് ശൈത്താൻ. നല്ലതല്ലാത്തത് ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ അത് ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട് ഫൽയസ്തഈദ് ബില്ലാഹി മിൻ ശർരിഹ. ആ മോശം സ്വപ്നത്തിന്റെ ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുക. വലാ യദ്കുർഹാ ലിഅഹദിൻ, അത് ഒരാളോടും പറയാതിരിക്കുക. ഫഇന്നഹാ ലൻ തദുറഹു, അത് നിനക്കൊരു ഉപദ്രവവും ചെയ്യുകയില്ല. മോശമായ സ്വപ്നം അത് പിശാചിൽ നിന്നാണ്, അതൊരാളോടും പറയരുത്, അത് നിനക്കൊരു ഉപദ്രവവും ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക.
രഹസ്യങ്ങൾ അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി രഹസ്യങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ടാവും. മനുഷ്യന്മാരുടെ ഹൃദയം ദുർബലാണ്. അവരുടെ ഹൃദയങ്ങളിൽ ഒരുപാട് രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല. ഇത് ആരോടെങ്കിലും ഒന്ന് പറയേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാകുക. പറയുമ്പോൾ, രഹസ്യങ്ങൾ പറയുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ആരോട് രഹസ്യം പറയണം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിന്തിച്ചതിന് ശേഷം വളരെ വിശ്വസ്തരായ ആളുകളോട് മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ. എല്ലാ ആളുകളോടും പറയാൻ പറ്റിയ കാര്യമല്ല രഹസ്യം എന്നുള്ളത്. എല്ലാ ആളുകളോടും ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരസ്യമായ രഹസ്യമായി മാറും. ഇമാം മാവർദി റഹിമഹുല്ലാ അദ്ദേഹം ആരോടാണ് രഹസ്യം പറയേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളോടും പറയാൻ പറ്റൂല. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരെയും നമ്മൾ സുഹൃത്തുക്കളാക്കുവോ? ഇല്ല. സുഹൃത്തുക്കളിൽ തന്നെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ ഉറ്റ സുഹൃത്തുക്കളാക്കുവോ? ആ ഉറ്റ സുഹൃത്തുക്കളിൽ തന്നെ രഹസ്യം പറയാൻ പറ്റാത്ത ആളുകളുണ്ടാവും, പറയാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ആരോടാണ് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇമാം മാവർദി അദ്ദേഹം പറയാണ്, രഹസ്യം പറയേണ്ടത് ബുദ്ധിയുള്ള, ദീനുള്ള, നിന്നോട് ഗുണകാംക്ഷയുള്ള, നിന്നെ സ്നേഹിക്കുന്ന, ജനങ്ങളോട് ഇടപഴകി ഒരുപാട് സംസാരിച്ച് സമയം കളയുന്ന ഒരാളോട് പറയരുത്. ബുദ്ധിയുള്ള, ദീനുള്ള, നസീഹത്തുള്ള, നിന്നോട് ഗുണകാംക്ഷയുള്ള, നിന്നെ സ്നേഹിക്കുന്ന, സൗമ്യതയുള്ള, സംസാരം കുറവുള്ള അങ്ങനെയുള്ള ആളുകളോടാണ് നീ നിന്റെ രഹസ്യം പറയേണ്ടത്. ബുദ്ധി ഉണ്ടാകണം, ദീനുണ്ടാകണം, നിന്നോട് സ്നേഹം ഉണ്ടാകണം. അതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഭയങ്കര സംസാരമായിരിക്കും. ജനങ്ങൾക്കിടയിൽ ചെന്നാൽ പിന്നെ പിടുത്തമുട്ട സംസാരമായിരിക്കും. അങ്ങനെയുള്ള ആളുകളോടല്ല. ബുദ്ധിയുള്ള, ദീനുള്ള, നിന്നോട് നസീഹത്തുള്ള, നിന്നെ സ്നേഹിക്കുന്ന, സംസാരം കുറവുള്ള ആളുകളോടാണ് ഈ പറഞ്ഞ രഹസ്യങ്ങൾ പറയാൻ വേണ്ടി നീ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു, രഹസ്യങ്ങൾ അത് ചൂഴ്ന്നന്വേഷിക്കാൻ പാടില്ല. അത് നല്ല സ്വഭാവമല്ല. കാരണം ഉലമാക്കൾ വിശദീകരിച്ചതായി കാണും, നിനക്ക് നല്ല റാഹത്തുള്ള ജീവിതം വേണോ, നിന്റെ ഹൃദയത്തിൽ രഹസ്യങ്ങൾ കൊണ്ട് നിറക്കാതിരിക്കുക. കാരണം ഒരുപാട് സമ്പത്ത് അതിന്റെ ഖജനാവ് സൂക്ഷിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു രഹസ്യം മനസ്സിൽ കൊണ്ടടക്കുക എന്നുള്ളത്. റാഹത്ത് നഷ്ടപ്പെട്ടു പോകും. നല്ല സമാധാനമായിട്ട് ഉറങ്ങണം, സമാധാനമായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടോ, ഹൃദയത്തിൽ വല്ലാതെ രഹസ്യങ്ങൾ നിറക്കരുത്. കാരണം സമാധാനം നഷ്ടപ്പെടും എന്ന് ഉലമാക്കൾ പറയാണ്. അതുകൊണ്ട് രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിക്കാൻ പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് നല്ല ഒരു മുസ്ലിമിന്റെ അടയാളമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പിന്നിൽ പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഇസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വഹും ലഹു കാരിഹൂന സുബ്ബ ഫീ ഉദുനിഹിൽ ആനുകു യൗമൽ ഖിയാമ. ഒരു വിഭാഗം ആളുകളുടെ, ഒരു കൂട്ടം ആളുകളുടെ രഹസ്യം അത് കട്ട് കേൾക്കാൻ വേണ്ടി പോവാൻ. ആ രഹസ്യം പറയുന്ന ആളുകൾക്ക് ഇവരെ രഹസ്യം അറിയിക്കണം എന്നില്ല. ഇവൻ അറിയുന്നത് അവർക്ക് വെറുപ്പാണ്. പലപ്പോഴും ഇവർ രഹസ്യം കേൾക്കാതിരിക്കാൻ അവർ മാറിപ്പോകുന്നുമുണ്ട്. ഇങ്ങനൊക്കെ ഉണ്ടായിട്ടും ഒരാൾ അവരുടെ രഹസ്യം അത് ചൂഴ്ന്ന് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും. ഇന്ന് ഈ ഒരു ദുസ്വഭാവം ഒരുപാട് ആളുകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ AI സംവിധാനം വന്നതോടുകൂടി ഈ രഹസ്യങ്ങൾ ചോർത്തുന്ന സംവിധാനങ്ങൾ, ഹാക്കർമാർ, അതുപോലെ തന്നെ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ വന്നതോടുകൂടിയിട്ട് ആളുകൾ ഈ രഹസ്യം ചോർത്തുകയാണ്. ഒരാളായിട്ട് ഫോൺ വിളിക്കുന്നുണ്ടാകും, പക്ഷെ ഇവന് സമ്മതം ഉണ്ടാകില്ല, റെക്കോർഡ് ചെയ്യണം. ഇവൻ റെക്കോർഡ് ചെയ്യും, ഇവന്റെ സമ്മതം അല്ലാതെ പ്രചരിപ്പിക്കുകയും ചെയ്യും. പേഴ്സണലായിട്ട് അയച്ചൊരു വോയിസ് മെസ്സേജ് ആയിരിക്കും, അത് എന്തായി മറ്റുള്ള ആളുകൾക്ക്
അയച്ചു കൊടുക്കും. അതല്ലെങ്കിൽ ഹാക്കർമാർ, അവർ ഈ പറഞ്ഞതുപോലെ രഹസ്യം അറിയാൻ വേണ്ടി മറ്റുള്ള ആളുകളുടെ മൊബൈലിൽ കയറിപ്പറ്റി അവരിൽ നിന്ന് രഹസ്യങ്ങൾ ചൂഴ്ന്നെടുക്കും. ഇതൊക്കെ ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒരാൾക്ക് ഇഷ്ടമില്ല അവന്റെ രഹസ്യം നീ അറിയുന്നത്, എന്നിട്ടും ആ രഹസ്യങ്ങൾ ചൂഴ്ന്നറിയാൻ പോയി കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. രഹസ്യങ്ങൾ അത് രഹസ്യമായി തുടരാതെ അത് പരസ്യമാക്കാൻ പറ്റും 4 സാഹചര്യങ്ങളിലൊഴികെ. 4 സാഹചര്യമുണ്ട് എങ്കിൽ രഹസ്യം പരസ്യമാക്കാം. ഒന്നാമത്തേത്, അത് രഹസ്യമാക്കി വെക്കേണ്ട ആ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ. ഒരാൾ പറയാണ്, ഇപ്പൊ ആരോടും പറയണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞ ആ കാലാവധി കഴിഞ്ഞു. അപ്പൊ ആ ഒരു രഹസ്യമാക്കി വെക്കേണ്ട കാലാവധി കഴിഞ്ഞാൽ പറയാം. രണ്ടാമത്തേത്, രഹസ്യം പറഞ്ഞ ആള് മരണപ്പെടുകയാണ്. മരണപ്പെട്ടാൽ പറയാം. എങ്ങനെ പറയാം? ഈ മരണപ്പെട്ടയാൾക്ക് ഈ രഹസ്യം കൊണ്ട് മറ്റുപദ്രവങ്ങളൊന്നുമില്ല എന്ന് പൂർണ്ണ ഉറപ്പുണ്ട് എങ്കിൽ മരണപ്പെട്ടാൽ പറയാം. അതിനുള്ള തെളിവെന്താ? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി 2 പ്രാവശ്യം സ്വകാര്യം പറഞ്ഞത് പിന്നീട് മറ്റു ചില ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഉലമാക്കൾ വിശദീകരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അത് പറഞ്ഞു എന്നാണ്. അപ്പൊ മരണപ്പെട്ട ഒരാൾ നമ്മളോട് ഒരു സ്വകാര്യം പറഞ്ഞു, അയാൾ മരിച്ചുപോയി, പക്ഷെ ആ സ്വകാര്യം പരസ്യമാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവമൊന്നുമില്ല എങ്കിൽ അത് പറയാം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിന്നെ ഞാൻ മരണവേദനയിലുള്ളത്, ഈ രോഗത്തിൽ ഞാൻ മരിക്കും. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. രണ്ടാമത് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നിലേക്ക് ആദ്യം വരുന്ന കുടുംബക്കാരി നീയായിരിക്കും. അപ്പൊ ചിരിച്ചു. പിന്നീട് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത്, രഹസ്യം അത് പിടിച്ചു വെച്ചാൽ, രഹസ്യമായി വെച്ചാൽ അത് പരസ്യമാക്കുന്നതിനേക്കാൾ ഉപദ്രവം ഉണ്ടാകും. ഒരാളൊരു രഹസ്യം പറഞ്ഞു, പക്ഷെ അത് ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ, അത് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് പറയുന്നതിനേക്കാൾ വലിയ ഉപദ്രവം ഉണ്ടാകും. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടാകും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാഹചര്യങ്ങൾക്കനുസരിച്ച്. പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ മുസീബത്ത് ഉണ്ടാകും, വലിയ ലററുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ പെണ്ണ് കാണൽ ആലോചന, വിവാഹാലോചനയായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പെൺകുട്ടിന്റെ ജീവിതം അവിടെ ഫസാദാകും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? രഹസ്യം പറയാം. അതുപോലെ തന്നെ ഒരു ഉപദ്രവം തടുക്കാൻ വേണ്ടി, ഒരു വലിയ ഉപദ്രവം തടുക്കാൻ, ഇത് പറഞ്ഞാൽ അത്ര തന്നെ ഉപദ്രവം ഉണ്ടാവില്ല, അപ്പോൾ ഒരു ഉപദ്രവം തടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? രഹസ്യം പറയാം. ഇങ്ങനെയുള്ള 4 സന്ദർഭങ്ങളിൽ രഹസ്യം പരസ്യമാക്കാൻ അനുവാദമുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ അമാനത്ത് അത് കാത്തു സൂക്ഷിക്കണം. രഹസ്യങ്ങൾ അതിൻ്റെ പവിത്രത അതിന് നൽകണം. അത് വിശദമായി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ, നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കുവാൻ, അമാനത്ത് കൃത്യമായി സൂക്ഷിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.